ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇഴകേറി പരിശോധിക്കുകയാണ് പല ഭാഗത്തും. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ചേർന്ന ദക്ഷിണ മേഖല CPM-ന്റെ ഈ അവലോകന യോഗത്തിൽ അവരുടെ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തിരുന്നു. കേന്ദ്ര നേതൃത്വം അവർ ശേഖരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് SNDP വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ BJP-യിലേക്ക് ഒഴുകി എത്തി. SNDP യോഗത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ യോഗത്തിൽ ഉയർന്നതും. ഒപ്പം തന്നെ ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വെറും യാദൃശികമായി കാണരുത്. ദക്ഷിണേന്ത്യയിൽ BJP ഇത്തവണ നേട്ടമുണ്ടാക്കി. ടോട്ടൽ രാജ്യത്താകമാനം BJPക്ക് വലിയ നേട്ടമുണ്ടായില്ലെങ്കിൽ പോലും ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടായി. കേരളത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാകാനുള്ള കാരണം കോൺഗ്രസ് അഥവാ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സന്ദേശം എത്തിക്കാൻ BJP-ക്കും മറ്റുള്ളവർക്കും കഴിഞ്ഞു. ഇതുപോലെ തന്നെ മറ്റൊരു വലിയ സന്ദേശം ഇപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ട്. അത് മാറ്റിയില്ല എങ്കിൽ വലിയ പരാജയം നേരിടേണ്ടി വരുമെന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. അത് മറ്റൊന്നുമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതെത്തും എന്ന് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ പോലും ഒരു വിശ്വാസം സൃഷ്ടിച്ചെടുക്കാൻ, ഒരു സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് UDF ഭരണത്തിലേറുകയും പ്രതിപക്ഷമായി BJP മാറുകയും ചെയ്യും എന്നൊരു സന്ദേശം അടിത്തട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാണ് CPM കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിനെ ഗൗരവമായി കാണണമെന്നും ഇത് തടയിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നുകൂടി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ അഭിപ്രായമുയർന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.